അങ്ങനെ ഒരുപാട് സംഭവം നടന്ന് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ഒന്നടങ്കം തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും പിന്നിലാണ്, ഖാദിമാരുടെ പിന്നിലാണ് എന്ന് ബോധ്യപ്പെട്ട ബ്രിട്ടീഷുകാരെ തീരുമാനിച്ചു മുസ്ലിമീങ്ങളെ ഒന്ന് കേരളത്തിൽ ഭിന്നിപ്പിക്കണം. അതിനെന്ത് ചെയ്തു? അതിന് പാശ്ചാത്യരുടെ ഏജന്റായ ഒരു മൗലവിയുണ്ട്. ആ മൗലവിന്റെ പേരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. ഈ ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന മൗലവിയുടെ ഗ്രന്ഥങ്ങൾ പാശ്ചാത്യരുമായി ബ്രിട്ടീഷുകാരുമായി പല വിധത്തിലും ബന്ധമുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് എത്തിച്ചു കൊടുത്തു. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന പാശ്ചാത്യരുടെ ഏജന്റിന്റെയും അതുപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിളയുടെയും പുസ്തകങ്ങൾ വായിച്ച് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങളാണെന്ന് വാദിക്കുകയും ഇവിടെയുള്ള ആരാധനാ കർമ്മങ്ങൾ ഭേദഗതികൾ വരുത്തണമെന്ന് ചിന്തിക്കുകയും അങ്ങനെ ഒരു ചിന്താ പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കുകയും ചെയ്തു. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ISMന്റെ പ്രവർത്തകന്മാർ, എന്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ പ്രവർത്തകന്മാർ, അവർക്ക് തോന്നും അത് പേരോടിന്റെ ആരോപണമാണ്. ഞാനതിന് തെളിവ് പറയും. നിങ്ങൾ നോക്കൂ, മുജാഹിദിന്റെ കുനിയിലെ കോളേജിന്റെ വലിയ ലെക്ചറും അതുപോലെ വലിയ നേതാവും മറ്റൊരു ഇപ്പോഴത്തെ നമ്മുടെ ഹാജി ഗ്രൂപ്പിന്റെ വലിയ നേതാവായ MI മുഹമ്മദ് അലി സുല്ലമി ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ ഈ പറഞ്ഞ ആശയം, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ വ്യക്തമായി സമ്മതിച്ചത് നിങ്ങൾക്ക് കാണാം. നിങ്ങളത് വേണ്ടതുപോലെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണത്. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. നട്ടാൽ കുരുക്കാത്ത നുണകൾക്കിടയിൽ പൊട്ടിവിരിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ എന്ന പോലെ ചരിത്ര സത്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വെളിച്ചം കണ്ട ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MI മുഹമ്മദ് അലി സുല്ലമി. ഇവിടെ നീല പുസ്തകം, ചുവന്ന പുസ്തകം, ഇതിലൊക്കെ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഉള്ളത് എന്ന വാദം തന്നെ അംഗീകരിക്കാവതല്ല. ചുവന്ന പുസ്തകം ആയിരിക്കട്ടെ അല്ലെങ്കിൽ നീല പുസ്തകമാകട്ടെ, ആ രണ്ട് പുസ്തകങ്ങളുടെ കാര്യത്തിലും ഇവിടെ വ്യക്തമായി പറഞ്ഞത് നമ്മുടെ രണ്ട് വിഭാഗവും എഴുതിയ പ്രബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ അതാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്. പ്രബന്ധങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ ചെയ്യേണ്ടിയിരുന്ന പണി. ഒന്നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇവിടെ ഇപ്പോൾ വ്യതിയാനമാണ് എന്ന് അതിൽ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിലുണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആവുന്ന വസ്തുത മിക്കവാറും ആരോപണങ്ങൾ ഈ ഞങ്ങളുടെ വിഭാഗം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പല ആരോപണങ്ങളുടെയും യഥാർത്ഥ പ്രതികൾ മറുവശത്തുള്ളവരാണ്. ഈ കാര്യം ജനങ്ങൾക്കറിയുകയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള ആളുകൾ ചുവന്ന പുസ്തകം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്തത് ഞാനാണ്, രചിച്ചതല്ല, എഡിറ്റ് ചെയ്തത്. എഡിറ്റ് ചെയ്യുക എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? പ്രബന്ധത്തിലുള്ള കാര്യങ്ങൾ, രണ്ട് പ്രബന്ധത്തിലുള്ള കാര്യങ്ങൾ ബുദ്ധിയുള്ളവരായ, വിശേഷ ബുദ്ധിയുള്ളവരായ, ചിന്തിക്കാൻ കഴിയുന്നവരായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല ചുവന്ന പുസ്തകം എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് സംഘടന പിളർന്നതിന് ശേഷവുമാണ്, സംഘടന രണ്ടായതിനു ശേഷവുമാണ്. അതിൽ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളെ തള്ളിക്കളയുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് അതിന്റെ തെളിവുകൾ ജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയുവാനുള്ളത്. മുജാഹിദിന്റെ കുനിയിലെ കോളേജിന്റെ വലിയ ലെക്ചറും അതുപോലെ വലിയ നേതാവും മറ്റൊരു ഇപ്പോഴത്തെ നമ്മുടെ ഹാജി ഗ്രൂപ്പിന്റെ വലിയ നേതാവായ MI മുഹമ്മദ് അലി സുല്ലമി ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ ഈ പറഞ്ഞ ആശയം, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ വ്യക്തമായി സമ്മതിച്ചത് നിങ്ങൾക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ കേരളത്തെ സ്വാധീനിച്ച നവീകരണ ചിന്ത ഈജിപ്തിനോടും അവിടുത്തെ ഇസ്ലാഹി സംരംഭങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. അതിനാലാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയെ മുജദ്ദിദായും
ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനെയും സയ്യിദ് റഷീദിനെയും നവോത്ഥാന നായകരായി ചിത്രീകരിക്കുവാൻ ഇസ്ലാഹി നേതാക്കളും പ്രസിദ്ധീകരണങ്ങളും തയ്യാറായി. ഇത് പറഞ്ഞുകൊണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദിനെയും മുഹമ്മദ് അബ്ദുവുമാണ് ഈജിപ്തിലെ ചിന്താധാരയാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത്, അവരെയാണ് മുജദ്ദിദായി നമ്മൾ കണ്ടെത്തിയത് എന്ന് എഴുതുന്ന ഈ പുസ്തകത്തിൽ തന്നെ ഈ കക്ഷികൾ ആരാണ് എന്ന് കൂടി പറയുന്നു. കേട്ടോളൂ. ജമാലുദ്ദീൻ അഫ്ഗാനിയെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലുള്ള ഒരു മുജദ്ദിദായുള്ള ഈ ചിത്രീകരണം ശ്രദ്ധേയമാണ്. എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരു സലഫിയെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അവിടുത്തെ സലഫികളും ഇഖ്വാനികളുമെല്ലാം അദ്ദേഹത്തെ പാശ്ചാത്യരുടെ ഏജന്റായാണ് ചിത്രീകരിക്കുന്നത്. പാശ്ചാത്യൻ സംസ്കാരത്തെ മുസ്ലിം ലോകത്തേക്ക് ഇറക്കുമതി ചെയ്തത് അദ്ദേഹമാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ഗൾഫ് നാടുകളിലുള്ള സലഫികൾ പറയുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനി പാശ്ചാത്യരുടെ ഏജന്റാണ്, പാശ്ചാത്യരുടെ ആശയങ്ങൾ മുസ്ലിമുകൾക്കിടയിൽ പ്രചരിപ്പിച്ചത് അദ്ദേഹമാണ് എന്ന് ഗൾഫ് രാജ്യങ്ങളിലെ സലഫികൾ പറയുന്നു. ആ ജമാലുദ്ദീൻ അഫ്ഗാനിയെയാണ് മുജദ്ദിദായി ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ ആശയമാണ് കേരളത്തിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ ഇസ്ലാഹിക്കാർ എന്ന് പറയുന്ന മുസ്ലിം ഐക്യസംഘം ശ്രമിച്ചത് എന്ന് ഈ പുസ്തകത്തിൽ തന്നെ പറയും. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹം എത്രത്തോളം സ്വാധീനം ചെലുത്തി. വക്കം അബ്ദുൽ ഖാദിർ മൗലവി, KM സീതി സാഹിബ്, KM മൗലവി തുടങ്ങിയ എല്ലാ മൗലവിമാരും ഹാജിമാരും സാഹിബുമാരും ഒക്കെ ഇവിടെ സുന്നത്ത് ജമാഅത്തിനെതിരായി രംഗപ്രവേശം ചെയ്ത മുഴുവൻ ആളുകളും ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെ തുടർന്നവരായിരുന്നു, മുഹമ്മദ് അബ്ദുവിനെ പിന്തുടർന്നവരായിരുന്നു. അതും ഞാൻ വായിച്ചു കേൾപ്പിക്കാം, അതേ പുസ്തകത്തിൽ തന്നെ വായിച്ചു കേൾപ്പിക്കാം. കേട്ടോളൂ. സുപ്രസിദ്ധ മതപണ്ഡിതനായിരുന്ന സയ്യിദ് റഷീദുയുടെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽമനാറിന്റെ ഒരു വായനക്കാരനായിരുന്നു വക്കം മൗലവി സാഹിബ്. സയ്യിദ് ജലാലുദ്ദീൻ അഫ്ഗാനി ഈജിപ്തിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദുള്ള മുതലായ സച്ചരിതന്മാരുടെ നായകത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രഥമ പ്രബോധകൻ മൗലവി സാഹിബായിരുന്നു. വളരെ മുമ്പ് മുതൽക്കു തന്നെ മനാറിന്റെ ഒരു വായനക്കാരനും ഒരു മുസ്ലിമുമായിരുന്നു പരേതനായ ഇടവണ്ണ അറക്കൽ മുഹമ്മദ് സാഹിബ്. മൗലവി സാഹിബിന് മലബാറിൽ നിന്ന് ആദ്യം ലഭിച്ച സഹാനുഭാവിയായിരുന്നുവെന്ന് തോന്നുന്നു. മുഹമ്മദ് സാഹിബ് നിശബ്ദനായി പ്രവർത്തിച്ചിരുന്ന വളരെ വിനയവും ആത്മാർത്ഥതയുള്ള ഒരു പരിഷ്കർത്താവായിരുന്നു. മൗലവി സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് വളരെ സ്നേഹാദരവിലൂടെ സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നുണ്ട്. ഇതെവിടെയുള്ളതാ? അരീക്കോട് നിന്ന് NV അബ്ദുസ്സലാം മൗലവിയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മിസ്കാത്തുൽ ഹുദ മാസികയിൽ 1959 സെപ്റ്റംബറിൽ സീതി സാഹിബ് എഴുതിയ ലേഖനത്തിൽ നിന്ന് അൽബനാർ 1995 ജൂൺ നോക്കുക. അപ്പൊ സീതി സാഹിബും എഴുതുന്നു, വക്കം അബ്ദുൽ ഖാദിർ മൗലവി അതുപോലെ മറ്റുള്ള മൗലവിമാര് അവരൊക്കെ ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ശിഷ്യന്മാരുടെയും പുസ്തകങ്ങളും അൽമനാറും വായിച്ചിട്ടാണ് ഇവിടെ പുതിയ ആശയം തുടങ്ങിയത്. ആ ജമാലുദ്ദീൻ അഫ്ഗാനി ആരാണെന്നാണ് ഗൾഫിലെ സെലഫികൾ പറയുന്നത്? അദ്ദേഹം പാശ്ചാത്യരുടെ ഏജന്റാണ്, മുസ്ലിമീങ്ങൾ പാശ്ചാത്യരുടെ ആശയം കൊണ്ടുവന്ന ആളാണെന്ന് ഗൾഫിലെ സെലഫികൾ പറയുന്നു. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ശരിയാണെന്ന് ധരിച്ച പല കാര്യങ്ങളും നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പോൾ തെറ്റാണെന്ന് ബോധ്യാവും. നമ്മൾ തെറ്റാണെന്ന് ധരിച്ച പല കാര്യങ്ങളും ശരിയാണെന്ന് ബോധ്യാകും. അപ്പൊ അത് തിരുത്തണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സെലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഞാനും ഒക്കെ അങ്ങനെ മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി ജമാലുദ്ദീൻ അഫ്ഗാനി സലഫിയല്ല, അയാളെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു സലഫിയല്ല, അവർ സലഫികളല്ല. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഒരു ബോംബിട്ട മാതിരി, എന്താ ഈ പറയണേ? ജമാലുദ്ദീൻ അഫ്ഗാനി സലഫിയല്ലാന്നോ? അയാൾ വലിയ ഇസ്ലാഹി നേതാവല്ലേ? മുഹമ്മദ് അബ്ദു സലഫിയല്ലാന്നോ? അയാൾ വലിയ സലഫി നേതാവല്ലേ? ഈജിപ്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനും സലഫി ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ് അവർ എന്നത് ശരിയാണ്. പക്ഷേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു എന്നതല്ലാതെ സലഫിയത്ത് അയാൾ ഉൾക്കൊണ്ടിട്ടില്ല. അതിനൊരുപാട് തെളിവുകൾ അയാളുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും. അപ്പൊ ആ തെളിവുകൾ കാണുമ്പോ പിന്നെ നമ്മൾ പണ്ടോലെ പറ്റി അങ്ങനെ വിചാരിച്ചെന്നുള്ളത് ഇഞ്ഞ് മരിച്ചോളം അതന്നെ പറഞ്ഞു കൊടുക്കണോ? വ്യക്തമായ തെളിവുകൾ മുഹമ്മദ് അബ്ദുവിന്റെ ജമാലുദ്ദീൻ അഫ്ഗാനി കിതാബ് ആളുകൾ കൊണ്ടുവന്നിരാണ്.
ഇവര് സെലഫിയത്താണോ നിങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മൾ തിരുത്തണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞതല്ല, സെലഫികൾ തന്നെയാണ് പറയുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനി പാശ്ചാത്യരുടെ ഏജന്റാണ്. ആ പാശ്ചാത്യരുടെ ഏജന്റിന്റെ പുസ്തകം വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് എത്തിച്ചു കൊടുത്തു. അതുപോലെ KM സീരി സാഹിബിന് എത്തിച്ചു കൊടുത്തു, KM മൗലവിക്ക് എത്തിച്ചു കൊടുത്തു. അവരാ പുസ്തകം വായിച്ച് പാശ്ചാത്യർക്ക് വേണ്ടി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതല്ലേ വസ്തുത?